ഇതെന്താ അറിയാം നിങ്ങൾക്ക് നമ്മൾ ഉസ്താദുമാർക്കുള്ള ചിലവ് കൊണ്ടുവന്ന സാധനമാണ്. ഇത് പല ആളുകൾക്കും വെക്കാൻ അറിയില്ലേ. ഇന്നത്തെ തലമുറക്ക് ഇത് അത്ര വലിയ പരിചയമല്ല. മൂല്യന്മാർക്ക് ചിലവ് കൊടുക്കുന്ന പരിപാടി ഇന്നത്തെ കാലത്തില്ലല്ലോ. ഇന്ന് എല്ലാവരും എന്താ ചെയ്യുന്നത്? പൈസ കൊടുക്കുകയാണ് ഉസ്താദുമാർക്ക്. ഉസ്താദുമാർക്കും അതാണ് സന്തോഷം. കാരണം ചിലവർ വീട് അടുത്തുള്ള ഉസ്താദുമാരാണ്. നമ്മൾ കൊടുക്കുന്ന ചിലവ് പിന്നെ അവർക്ക് വീട്ടിൽ ചെന്നാലും അത് കിട്ടും. അപ്പോൾ വണ്ടിക്ക് എണ്ണ അടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം എന്നുള്ള ലെവലിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിച്ചു തരട്ടെ. ഈ സാധനം ഏറ്റവും ടോപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പിൽ വരുന്ന സാധനം എന്ന് പറഞ്ഞത് ഇങ്ങനെ കണ്ടോ, കൂർപ്പുള്ള ലൈറ്റാക്കാരം. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഉരുണ്ടിട്ട് കണ്ടോ കണ്ടോ. അപ്പം ഉരുണ്ട സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, അടിയിൽ വെക്കുക. എന്നിട്ട് അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തമാശ രൂപത്തിൽ പറയുന്നതിന് പഞ്ചായത്ത് കിണർ മാരിക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതങ്ങനെ പറയലുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 20 തട്ട് 10 തട്ട് ഉസ്താദുമാരെ എണ്ണം കൂടും തോറും തട്ടിൻ്റെ വലിപ്പം കൂടും ചിലവേ. പിന്നെ നമ്മളിവിടെ ആകെ 2 ഉസ്താദുമാരുള്ളൂ, 2-3 ഉസ്താദുമാരൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ടോപ്പിൽ വെക്കുക. ഈ ടോപ്പിൽ വെച്ചതിന് ശേഷം ഈ 2 സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ കൊണ്ടുവരിക. ഈ സാധനം ഇങ്ങനെ കൊടുന്ന് വെക്കുക. പിന്നെ ഇവിടെ ഒരു എന്താ ഈ നീക്കുന്ന സാധനം ഇതിങ്ങനെ അമർത്തി വെക്കുക. ഒന്ന് അമർത്തിയിട്ട് ഈ ഇവിടെ ഒരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല അമർത്തിയിട്ട് എന്ത് ചെയ്യുക, ഈ സാധനം ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ യുവതലമുറക്ക് ഇതിൻ്റെ പിന്നെ പ്രവർത്തന രീതി അറിയില്ല. അപ്പോൾ നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളി നിങ്ങൾ. ഇതാണ് നമ്മൾ ഉസ്താദുമാർക്ക് കൊണ്ടുവരുന്ന ചോറ്റും പാത്രം. അപ്പോൾ പാത്രമാണ് ഇതിങ്ങനെ പിടിച്ചിട്ട് അല്ലേ ഇങ്ങനെ പോകുക. അതിൽ അന്തസ്സും അഭിമാനമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് പഠിച്ചില്ലേ, എന്തെങ്കിലും ആവശ്യം നമ്മളെ പേഴ്സണൽ വന്നു കേട്ടോ. ഓക്കെ.